ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾക്കെല്ലാവർക്കും അറിയാം മൈക്കൽ ജാക്സൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസിങ് സ്റ്റൈലാണ് മൂൺ വോക്ക് എന്ന് പറയുന്നത്. അതിന് ബാക്ക് സ്ലൈഡ് എന്നും പറയാറുണ്ട്. അതൊരു ഡാൻസിങ്ങിലെ പോപ്പിംഗ് മൂവാണ്. അത് ആക്ച്വലി വേൾഡിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത് മൈക്കൽ ജാക്സൺ അല്ല, ബിൽ ബെയ്ലി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ് പ്രസൻറ്റ് ചെയ്തത്. 1955 അദ്ദേഹം അതിനെ റെഫർ ചെയ്തിട്ടുള്ളത് ബാക്ക് സ്ലൈഡ് എന്നാണ്. ആക്ച്വലി മൂൺ വോക്ക് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. നമ്മൾ ഫ്ലോട്ട് ചെയ്ത് പിറകോട്ടേക്ക് ഒഴുകിപ്പോകുന്ന പോലത്തെ ഒരു ഇല്യൂഷൻ കാണിക്കുന്നതാണ് മൂൺ വോക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി മൈക്കൽ ജാക്സൺ ഒരു ലൈവ് ഓഡിയൻസിൻ്റെ മുന്നിലാണ് ആദ്യമായിട്ട് മൂൺ വോക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് മാർച്ച് 25, 1983 ബില്ലി ജീൻ്റെ ഒരു ലൈവ് പെർഫോമൻസിലാണ് മൈക്കൽ ജാക്സൺ മൂൺ വോക്ക് ആദ്യമായിട്ട് വേൾഡിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. 2 മാസം കഴിഞ്ഞതിന് ശേഷം മോട്ടോൺ 25 യെസ്റ്റർഡേ ടുഡേ ഫോർ എവർ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ TV പെർഫോമൻസിലാണ് ലോകം ഒട്ടാകെ ആ വിശ്വപ്രസിദ്ധമായ മൂൺ വോക്ക് വീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് മൂൺ വോക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പൊസിഷനിൽ നമ്മളിപ്പം സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ റൈറ്റ് ലെഗ് ഞാൻ പൊക്കുവാണ്. റൈറ്റ് ലെഗ് പൊക്കുക മീൻസ് എൻ്റെ ടിപ്പിലാണ് ഇത് നിൽക്കുന്നത്. ടോയിലാണ് എൻ്റെ കാല് നിൽക്കുന്നത്. അപ്പോൾ ഹീല് ഞാൻ പൊക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 90 ഡിഗ്രിയോളം ഏകദേശം പൊങ്ങുന്നുണ്ട്. അത് സ്ലൈഡ് ചെയ്തിട്ട് പിറകോട്ടേക്ക് കൊണ്ടുവരും. ഓക്കെ, ആദ്യം ഹീല് പൊക്കിയിട്ട് സ്ലൈഡ് ചെയ്തിട്ട് അതൊരു 90 ഡിഗ്രിയിലേക്ക് പിറകോട്ടേക്ക് കൊണ്ടുവരും. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റിലാണ് നമ്മളിപ്പോഴും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെഗ്, അതായത് എൻ്റെ ലെഫ്റ്റ് ലെഗ് പൊങ്ങുമ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് ലെഗ് താഴ്ത്തും. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് റൈറ്റ് ലെഗ് താഴുമ്പോൾ ലെഫ്റ്റ് ലെഗ് പൊക്കി ആദ്യം ചെയ്ത പോലെ തന്നെ ടോയിൽ നിന്ന് ആ ടോ പിറകോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 90 ഡിഗ്രി എന്ന് പറഞ്ഞൊരു സാധനമാണ് എൻഡ് ഓഫ് ദ ഫൂട്ടിൽ വരുന്നത്. അതിൽ റൈറ്റ് ലെഗ് താഴുമ്പോൾ ലെഫ്റ്റ് ലെഗ് പൊക്കി ആ ലെഫ്റ്റ് ലെഗ് സ്ലൈഡ് ചെയ്ത് പിറകോട്ടേക്ക് കൊണ്ടുവന്ന് സ്വിച്ച് ചെയ്യുക നമ്മൾ. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ അകത്ത് താഴോട്ടേക്ക് സ്വിച്ചിങ് ആണ് നടത്തുന്നത്. അപ്പം ഫസ്റ്റ് റൈറ്റ് ലെഗ് ചെയ്തു, റൈറ്റ് ലെഗ് പൊക്കി, ലെഫ്റ്റ് ലെഗ് പൊക്കി, അങ്ങനെയാണ് പിറകിലോട്ടേക്ക് സ്ലൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഈ ഒരു മൂവ്മെൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. റൈറ്റ് ലെഗ് പൊക്കുമ്പോൾ ലെഫ്റ്റ് ലെഗ് താഴ്ന്നിട്ടാണ് ഉണ്ടാവുക. ലെഫ്റ്റ് ലെഗ് പൊങ്ങുമ്പോൾ റൈറ്റ് ലെഗ് താവണം. ഇത് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യുമ്പോൾ പൊങ്ങിക്കിടക്കുന്ന കാല് പിറകോട്ടേക്ക് വലിക്കുക, പിറകോട്ടേക്ക് സ്ലൈഡ് ചെയ്യുക. അപ്പോൾ ഈ പിറകോട്ടേക്ക് സ്ലൈഡ് ചെയ്യുന്നതാണ് നമ്മളൊരു ഇതിൽ ഇല്യൂഷനായിട്ട് വരുന്നത്. അത് ഒരു സീരീസ് ഓഫ് സ്ലൈഡിങ് വരുമ്പോഴാണ് നമ്മൾ ഈ മൂൺ വോക്ക് എന്ന് പറയുന്നൊരു ഡാൻസ് സ്റ്റൈലിലേക്ക് മാറുന്നത്. നമുക്കിത് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് സ്വിച്ച് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പല രീതിയിലും ചെയ്യാം. ഇതിപ്പം നമുക്ക് മൈക്കൽ ജാക്സൺ ആക്ച്വലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഒരുപാട് ഗ്യാപ്പ് കൂടുതലായിരിക്കും. ഈ ലെഗ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൊടുക്കുന്നതാണ്
ബെസ്റ്റ് ഫ്ലോട്ടിംഗ് മൂവ്മെൻ്റ് ആയിട്ട് ഓഡിയൻസിന് കാണാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഇത് അടുത്തൂടെയും ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പല രീതിയിലും ഇത് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഈ മൂൺ വോക്ക് എന്ന് പറയുന്നത്, മൂൺ വോക്ക് ചെയ്തുകൊണ്ട് ഒരു സൈഡിലേക്ക് പോയി അവിടുന്ന് ലെഗ്സ് സ്വിച്ച് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരുന്ന പോലെയും, ഇതൊരു സർക്കുലർ മോഷനിൽ റൊട്ടേഷൻ ചെയ്തിട്ട് മൂൺ വോക്ക് ചെയ്യുന്ന രീതിയിലും സ്ലൈഡിങ് ചെയ്യുന്ന രീതിയിലും ഒക്കെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും. മൈക്കൽ ജാക്സൺ തന്നെ ഈ മൂൺ വോക്ക് എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറി ഒരു സൈഡ് സ്ലൈഡിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു ഫ്ലോയിങ് മൂവ്മെൻറ്റ് തന്നെയാണത്. പക്ഷേങ്കിൽ അത് ബാക്ക് മൂവ്മെൻ്റ് അല്ലാതെ സ്ലൈഡായിട്ട് പോകുന്നൊരു മൂവ്മെൻ്റാണ്. അത് സൈഡ് വൈസ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കൽ ഇത് നമ്മളുടെ ലെഗ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളുടേതായുള്ള രീതിയിലേക്ക് ഈ ഒരു സ്റ്റെപ്പ് കൺവേർട്ട് ചെയ്തെടുക്കുക. അപ്പം മൂൺവോക്ക് മൈക്കൽ ജാക്സൺ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. പല ആർട്ടിസ്റ്റുകളും അഷർ പോലെയുള്ളവരും അതുപോലെ ഒരുപാട് പേര് ഈ മൂൺ വോക്ക് എന്നുള്ള സ്റ്റൈല് അവരുടേതായ സിഗ്നേച്ചറിലേക്ക് മാറ്റിയിട്ട് ട്രാൻസ്ഫോം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ആക്ച്വലി മൂൺ വോക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ ട്യൂട്ടോറിയലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്നും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഭാവിയിലും ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസും മറ്റു വീഡിയോസും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.